ഹോസ്റ്റ് മാറിയെന്ന് തോന്നുന്നു. ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ആരാ ഹോസ്റ്റ്? ഹോസ്റ്റ് ഇപ്പൊ ഷാഫി സാർ ആണല്ലോ. സാർ എന്നെ ഒന്ന് കോ ഹോസ്റ്റ് ആക്കാവോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ കാണാലോ അല്ലേ? ഹലോ. യെസ് മാം കാണാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റിംഗ് പറഞ്ഞു. അതിൽ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക. ആൻഡ് പ്രൊജക്റ്റീവ്സിൽ നമ്മൾ സർട്ടൻ കാർഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും. ഇതിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. സോ നമ്മൾ മെയിൻ ആയിട്ട് ഒബ്ജക്റ്റീവ് ടെസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. സൈക്കോളജിസ്റ്റ് മെയിൻലി ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റിംഗ് ആണ്. പ്രൊജക്റ്റീവ് ടെസ്റ്റിംഗ്സ് ഒക്കെ കൂടുതലും ചെയ്യുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അതായത് എംഫിലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഒക്കെ കൂടുതലും ചെയ്യാനുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സോ നമുക്ക് വൈ ഈസ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് നീഡഡ് ഓർ റെക്കമെൻഡഡ്, ഇതിന്റെ നീഡ് നോക്കാം. സോ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയഗ്നോസ് ചെയ്യാനാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ നമ്മുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ട്രബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല, നമ്മുടെ ലൈഫിലൂടെ പല പ്രശ്നങ്ങളും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരാം, നമ്മൾ പോലും അറിയാതെ നമ്മൾ സർട്ടൻ കണ്ടീഷൻസിലൂടെ കടന്നു പോയെന്നും വരാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ, അതൊരു അസോസിയേഷൻ ആണ്, APA എന്ന് പറയും. ദ ഫോളോയിങ് സിംറ്റംസ് മേ ഇൻഡിക്കേറ്റ് ദാറ്റ് എ സൈക്കോളജിക്കൽ ടെസ്റ്റ് മേ ബി നീഡഡ്. അതായത് ഇത്രയും സിംറ്റംസ് നമുക്ക് നോക്കാം. ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കാം. മേ ബി എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡിസോർഡർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇൻക്രീസ് ദ സോഷ്യൽ വിഡ്രോവൽ, അതായത് സൊസൈറ്റിയിൽ ഇറങ്ങി ചെല്ലാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എല്ലാവരിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ ആണ് നെർവസ്നെസ്, നമുക്ക് കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ചേഞ്ചസ് ഇൻ മൂഡ്, നമ്മളെ മൂഡ് ഭയങ്കര ലോ മൂഡ് അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റബിൾ ആയിട്ടുള്ള ഒരു മൂഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. പിന്നെ ഡിഫിക്കൽട്ടി കംപ്ലീറ്റിംഗ് നോർമൽ ടാസ്ക്, നമ്മൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ടാസ്ക്സ് ഒന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ. പിന്നെ അതുപോലെ ഡ്രമാറ്റിക് ചേഞ്ച് ഇൻ സ്ലീപ്പ് ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്, നമ്മൾക്ക് ഉറക്കക്കുറവ് ഉണ്ടാവുക, വിശപ്പില്ലായ്മ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ. പിന്നെ അതുപോലെ പ്രോബ്ലംസ് വിത്ത് കോൺസെൻട്രേഷൻ, നമുക്ക് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളൊരു സ്റ്റേജ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എടുക്കുന്നത് നെസസറി ആണ് എന്നുള്ളതാണ് APA പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഇത്രയും ക്ലിയർ അല്ലേ? നീഡ്സ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ് യെസ് മാം. ഹലോ. യെസ് മാം. യെസ് മാം ക്ലിയർ ആണ്. ഹലോ ക്ലിയർ ആണ്. യെസ് മാം ക്ലിയർ ആണ്. ഹലോ. യെസ് മാം. കേൾക്കാം കേൾക്കാം. ഹലോ. കേൾക്കുന്നുണ്ട് മാം. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ഹലോ മാം കേൾക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മെസ്സേജ് അയക്കാണ്ട് അൺമ്യൂട്ട് ചെയ്ത് പറയാ, കാരണം സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് മെസ്സേജസ് കാണില്ല. മാം കേൾക്കുന്നുണ്ടല്ലോ. ക്ലിയർ ആണ്. കേൾക്കുന്നുണ്ട് മാം. ഹലോ മാം. ക്ലിയർ ആണ് മാം. മാം പോയോ? സോ കണ്ടിന്യൂ ചെയ്യട്ടെ? ആ, യെസ് മാം. സ്ക്രീനും ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്.
ഇതിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് വരുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ് ടെസ്റ്റ് വരുന്നുണ്ട്, ഇന്റലിജൻസ് ടെസ്റ്റ് വരുന്നുണ്ട്, ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റും വരുന്നുണ്ട്. ഓരോന്നും നമുക്ക് നോക്കിക്കൂടെ? നിങ്ങൾ ഇന്ററാക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലാസ് നല്ല രീതിക്ക് ഓക്കെ മാം. കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ് മാം. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. എല്ലാരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് മാം. മാം കേൾക്കുന്നില്ലേ? മാമിനാണ് കേൾക്കാത്ത പ്രശ്നം തോന്നുന്നു. ആ അതെ അതെ. ഈ ക്ലാസിന്റെ നോട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യോ ഗ്രൂപ്പില്? ഹലോ ഹലോ മാം. മാം കേൾക്കുന്നില്ല? ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ തന്നെ നോട്ട് ലെക്ചർ നോട്ട് യെസ് മാം. സോ നെക്സ്റ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഇസ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. നമ്മൾ പേഴ്സണാലിറ്റിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ബിഹേവിയറൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാവാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. നെക്സ്റ്റ് വൺ ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നമുക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ട് യെസ് അല്ലെങ്കിൽ മാം. നമ്മുടെ ക്ലിയർ ആണ് പെർട്ടിക്കുലർ സ്ക്രീന്. ഇൻട്രസ്റ്റ് ഏത് ഫീൽഡിലാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇമോഷണൽ ഇന്റലിജൻസ് ടെസ്റ്റ്, അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. സ്ക്രീൻ നമ്മുടെ ഒന്ന് റെഡി ആക്കണം ഇമോഷൻസ് നമുക്ക് മാം. എങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇമോഷണൽ ഇന്റലിജൻസ് ടെസ്റ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ല, എനിക്കിപ്പോ സ്ക്രീന് രണ്ടാം പ്രാവശ്യം കണക്ട് ആകുന്നേ ഉള്ളൂ. കേട്ടില്ല. ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഒരു മെസ്സേജ് അയക്കണ്ടേ? അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാം. എല്ലാരും മാമിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. മാമിനാണ് കേൾക്കാത്തത്. മാമിന് കേൾക്കുന്നില്ല. മാമിന് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളങ്ങ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇപ്പം മാം ക്ലാസ് എടുക്കുന്നുണ്ടോന്ന് അറിയില്ല, കേൾക്കുന്നില്ല എനിക്കൊന്നും. സ്ക്രീൻ കാണാം പക്ഷെ. ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നോക്കാം. അണേബിൾ ടു ഹിയർ എന്നാണ് കേൾക്കുന്നത്. ആരായിട്ടുള്ളത്? എന്താ പറ്റി? നമ്മുടെ സാറ് ഗ്രൂപ്പിലുണ്ടോ? സാറും ഇല്ല തോന്നുന്നു. ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടെ ജോയിൻ ചെയ്താലോ? അല്ല, അത് മാം ഇക്കാര്യം ചെയ്യേണ്ടി വരിക. നമ്മളെ ഭാഗം ക്ലിയർ ആണെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് പരസ്പരം പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ ക്ലിയർ ആയിട്ട്. ആ കേൾക്കുന്നുണ്ട്. ഇപ്പൊ മാം ഒന്നും പറയുന്നില്ലല്ലോ. കേൾക്കുന്നുണ്ടോ ഇല്ല, നിങ്ങൾക്ക്? ഇല്ല, ആരും കേൾക്കുന്നില്ല. ഓക്കെ. ഈ നോട്ട്സ് ചോദിച്ചാ കിട്ടുമോ? റിപ്പീറ്റ്. നോട്ട്സ് ഇതുവരെ തന്നിട്ടില്ല. ഇതുവരെ തരുന്ന രൂപത്തിലല്ലായിരുന്നു ക്ലാസ്. എന്റെ അഭിപ്രായം കുറച്ചൊക്കെ നോട്ടുകൾ റെക്കോർഡിംഗ് ആയിരിക്കുള്ള ഓപ്ഷൻ ഉണ്ട്. റെക്കോർഡിംഗിന് വാലിഡിറ്റി ഇല്ലേ? ഇത്ര ദിവസം അല്ലേ അത് എക്സ്പയർ ആയി അതെ അതെ
അതെ അതെ എക്സ്ട്രാ പോകും. നമുക്ക് ഒന്നുകൂടി സാവകാശത്തിൽ എഴുതിയെടുക്കാൻ കിട്ടുന്ന മാത്രമേ ഉള്ളൂ. ഹലോ, ഹലോ ma'am. മാം എന്തേലും കേൾക്കുന്നുണ്ടോ? കേട്ടോ? ഇല്ല. ഇത്ര നേരം ഒന്നും കേട്ടില്ല. കുറച്ച് സമയം ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരെയാണ് ഞങ്ങള് കേട്ടത്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാനെന്നാ അതിനുശേഷം കുറെ പറഞ്ഞു, പക്ഷെ എന്താ പറ്റിയെന്ന് അറിയില്ല. Okay. മാമിന് ഒരു മെസ്സേജ് മാമിന് ഇട്ടിട്ടുണ്ട്. എന്താ? മാമിനൊരു ചാറ്റിലെ മെസ്സേജ് ഇട്ടിരുന്നു, നമ്മള് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ കേക്കാലോ അല്ലേ? ഇപ്പൊ കേൾക്കാം. ഇമോഷണൽ ഇന്റലിജൻസും പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് കേൾക്കാൻ ഇന്റലിജന്റ് ടെസ്റ്റ് തൊട്ട് ഇനി എടുക്കാനുള്ളത്. ഇമോഷണൽ ഇന്റലിജന്റ് മാം പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. മാം ഇപ്പൊ സ്ക്രീൻ കാണുന്നില്ല. ആ, സ്ക്രീൻ ഞാൻ പ്രസന്റ് ചെയ്തില്ല. ഓക്കെ. ഞാൻ പ്രസന്റ് ചെയ്യാവേ. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാവണേ. പറയാം. ഓക്കെ. എന്നെ ആരെങ്കിലും ഒന്ന് ഹോസ്റ്റ് ആക്കൂ. ഇപ്പൊ ഹോസ്റ്റ് ആയിട്ടുള്ളത് പ്രിൻസി ആണ്. പ്രിൻസി. പ്രിൻസി ഒന്ന് കോ ഹോസ്റ്റ് ആക്കൂ എന്നെ. രണ്ട് പ്രിൻസി ഉണ്ട് മാം. ഏത് പ്രിൻസി സണ്ണി ഉണ്ട്, വേറൊരു പ്രിൻസി ആ, ഉണ്ട്. അഡ്വക്കേറ്റ് പ്രിൻസി ഉണ്ട്. പ്രിൻസി സണ്ണി ആണ് ഇപ്പൊ ഹോസ്റ്റ്. ആ, ഓക്കെ. താങ്ക് യു താങ്ക് യു. ഇപ്പൊ ഹോസ്റ്റ് വേറെ ശ്രുതിയാ, ഞാനല്ല. എന്റെ പേര് ശ്രുതി PM എന്നാണേ. അയ്യോ, ഇതില് വേറെ ശ്രുതി ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ ഹോസ്റ്റ് ആക്കോ. നമ്മുടെ സമയം പോകുന്നു. ഞാനല്ല ഹോസ്റ്റ്. മാം, ആ ശ്രുതി മാം പിന്നെ ഫോൺ ഓൺ ആക്കി വെച്ച് പോയിട്ടുണ്ട് തോന്നുന്നു. അവര് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ. PPT ഷെയർ ചെയ്യാതെ ഇപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല മാം, കണ്ടിന്യൂ ചെയ്തോളൂ. PPTന്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഓക്കെ. PPT ഞാൻ എന്നാ ഷെയർ ചെയ്യാം. സ്ക്രീൻഷോട്ട് പിന്നീട് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ മാം. ഓക്കെ. ഓക്കെ ഓക്കെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റിൽ നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് പറഞ്ഞു. പിന്നെ ഉള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതിൽ നമ്മൾ എന്തൊക്കെ കപ്പാസിറ്റീസ് നമുക്കുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് എന്തൊക്കെയാണ്, നമ്മുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇമോഷണൽ ഇന്റലിജൻസ് ടെസ്റ്റ്. സോ ഈ ഒരു ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഡിറ്റർമൈൻ ദ എബിലിറ്റി ഓഫ് പേഴ്സൺ ടു റെഗുലേറ്റ് ദെയർ ഇമോഷൻസ്. നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ വേയിലാണോ റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് ടെസ്റ്റ്. അതാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇന്റലിജൻസ് ടെസ്റ്റ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ പേഴ്സൺസ് ഇന്റലിജൻസ് ഇൻ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ആൻഡ് സിറ്റുവേഷൻസ്. നമുക്കറിയാം ഓരോ ആൾക്കാരുടെ IQ ലെവൽസും ഡിഫറെന്റ് ആണ്. സോ ആ ഒരു IQ ലെവൽസും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ IQ ടെസ്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ്. സോ അത് യൂസ് ചെയ്യുന്നത് നമ്മുടെ കോഗ്നിറ്റീവ് വർക്കിംഗ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ഇമോഷണൽ ഇന്റലിജൻസ്. സോ എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് ആർക്കെങ്കിലും അറിയോ? ഗസ് ചെയ്ത് പറയാനേ പറ്റുള്ളൂ. ഗസ് ചെയ്ത് പറഞ്ഞാലും മതി. നമ്മുടെ ഇമോഷൻസിനനുസരിച്ചിട്ട് നമ്മുടെ തീരുമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ്. അങ്ങനെ പറയാൻ പറ്റില്ല. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് ആൻഡ് അതുപോലെ തന്നെ മാനേജ് അവർ ഓൺ ഇമോഷൻസ് ഇൻ പോസിറ്റീവ് വേസ്. അതായത് നമ്മുടെ തന്നെ ഒരു എബിലിറ്റി ആണ്
നമുക്ക് ഇമോഷൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതുപോലെ തന്നെ അനുസരിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷൻസിനനുസരിച്ച് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരാളുടെ ഒരു എബിലിറ്റി ആണല്ലോ. സോ നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുന്നത്, പോസിറ്റീവായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെയും കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഒരു സ്ട്രെസ് വരുന്നു നമ്മുടെ ലൈഫിൽ, അപ്പൊ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് ഡീൽ ചെയ്യുന്നു, പോസിറ്റീവായിട്ടുള്ള ഒരു ഇമോഷണൽ റെസ്പോൺസ് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതായത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ട സ്ഥലത്ത് കൺട്രോൾ ചെയ്തിട്ടും സിറ്റുവേഷൻ അനുസരിച്ചിട്ടൊക്കെ നമ്മൾ പെരുമാറാൻ ട്രൈ ചെയ്യുന്നു. അതുപോലെ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മളിപ്പം രണ്ടുപേര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആവുമ്പം അതിൽ എംപത്തിയും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എംപത്തൈസ് ചെയ്ത് മറ്റുള്ളവരെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതൊക്കെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓവറോൾ ആയിട്ട് നമ്മുടെ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, യൂസ് ആൻഡ് മാനേജ് അവർ ഓൺ ഇമോഷൻസ് ഇൻ പോസിറ്റീവ് വേസ്, ടു റിലീവ് സ്ട്രെസ്, communicate effectively, empathize with others, overcome challenges and diffuse conflict. കോൺഫ്ലിക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ പോസിറ്റീവായിട്ട് കാണുക, ആ ഒരു സമയത്ത് നമ്മൾ മാനേജ് ചെയ്യുക, നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യുക, നമ്മൾ ഓവർ റിയാക്ട് ചെയ്യാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇമോഷണൽ ഇന്റലിജൻസിൽ വരുന്നത്. പിന്നെ പറയുന്നത് 5 കോമ്പോണൻസ് ആണ് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസിന്റെ 5 കോമ്പോണൻസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് സെൽഫ് അവെയർനെസ്, സെക്കൻഡ് വൺ ആണ് സെൽഫ് റെഗുലേഷൻ, തേർഡ് വൺ ആണ് ഇന്റേണൽ ഓർ ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ഫോർത്ത് വൺ ആണ് എംപതി, ആൻഡ് ദി ലാസ്റ്റ് വൺ ഇസ് സോഷ്യൽ സ്കിൽസ്. ഇതിന്റെ PPT നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒന്നുകൂടി പറയാ കോമ്പോണൻസ്. ഓക്കെ. ഇമോഷണൽ ഇന്റലിജൻസിന് 5 കോമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ സെൽഫ് അവെയർനെസ് ആണ്, സെക്കൻഡ് വൺ സെൽഫ് റെഗുലേഷൻ ആണ്, തേർഡ് വൺ മോട്ടിവേഷൻ ആണ്, ഫോർത്ത് വൺ എംപതി ആണ്, ആൻഡ് ഫിഫ്ത്ത് വൺ സോഷ്യൽ സ്കിൽസ് ആണ്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന PPTയിൽ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ ഓൾറെഡി മനസ്സിലാവുന്നതാണ്. സെൽഫ് അവെയർനെസ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ പറ്റിയിട്ട് ഒരു അവെയർനെസ് ഉണ്ടാവണം. നമ്മൾ എങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻസിൽ പെരുമാറുന്നത്, നമ്മുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒരു അവെയർനെസ്. പിന്നെ സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുക, അവസരത്തിനനുസരിച്ച് നമ്മുടെ ഇമോഷൻസിനെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് വണ്ണ്. നെക്സ്റ്റ് പറയുന്നത് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഡ്രൈവാണ്. നമുക്കൊരു പെർട്ടിക്കുലർ ഗോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് റീച്ച് ചെയ്യാനുള്ളൊരു ഗോളിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പിന്നെ എംപതി. എംപതി എന്ന് പറയുമ്പോൾ എന്താ, മറ്റുള്ളവരുടെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന കാര്യങ്ങളും അതുപോലെ നമ്മൾ എംപതി എന്ന് പറയുമ്പോൾ പറയുന്നതാണ് പുട്ടിങ് വൺ സെൽഫ് ഇൻ സമ്മൺ എൽസ് ഷൂസ് എന്ന് നമ്മൾ പറയും. അവരുടെ അവസ്ഥ നമുക്ക് ഉണ്ടായാൽ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നതിനാണ് നമ്മൾ എംപതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സോഷ്യൽ സ്കിൽസ്. സോഷ്യൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരായിട്ട് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം നമുക്ക് സോഷ്യൽ സ്കിൽസ് ആവശ്യമാണ്, അതാണ് സോഷ്യൽ സ്കിൽസ്. ഇത്രയും കാര്യങ്ങളാണ് കോമ്പോണൻസ്. നോൺ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം നമ്മളിങ്ങനെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അവരുമായിട്ട് എഫക്റ്റീവായിട്ട് ഡീൽ ചെയ്യുക, നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവായി, ഇതൊക്കെ സോഷ്യൽ സ്കിൽസിൽ വരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് 5 കോമ്പോണൻസ്. നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഞാൻ PPT ഷെയർ ചെയ്യുന്നതായിരിക്കും, അതിൽ കണ്ടന്റ് ഉണ്ട്. ക്ലിയർ ക്ലിയർ? ആണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന അസസ്മെന്റ് ആൻഡ് ഡയഗ്നോസിസിൽ വരുന്ന ഫസ്റ്റ് ടൂൾ അല്ലെങ്കിൽ സ്കെയിൽ ആണ് ഇമോഷണൽ ഇന്റലിജൻസ് സ്കെയിൽ. സോ ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് സ്കെയില് ഡെവലപ്പ് ചെയ്തത് ഡോക്ടർ അരുൺ കുമാർ സിംഗ് ആൻഡ് ഡോക്ടർ ശ്രുതി നരേൻ ആണ്. 2014 ഈ ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് in order to understand emotional intelligence of individuals. ഇൻഡിവിജ്വൽസിന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ്
ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 31 ഐറ്റംസ് ഇൻ ടോട്ടൽ. നമ്മൾ പറഞ്ഞു നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഇന്ന് പഠിക്കുന്നത്. യെസ് ഓർ നോ ആയിരിക്കും അതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം ആർ യു ഹാപ്പി ഫോർ എക്സാമ്പിൾ ആണ്, ആർ യു ഹാപ്പി എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നു, യെസ് ഓർ നോ, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് എന്നുള്ള രീതിക്കും വരാം. സോ അങ്ങനെയുള്ള 31 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു സ്കെയിലാണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് സ്കെയിൽ എന്ന് പറയുന്നത്. ഈ ഒരു 31 ക്വസ്റ്റ്യൻസിനെ 4 ഏരിയാസിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ്, സെക്കൻഡ് വൺ ആണ് അണ്ടർസ്റ്റാൻഡിങ് മോട്ടിവേഷൻ, ആൻഡ് തേർഡ് വൺ ആണ് എംപതി, പിന്നെ അതുപോലെ ഹാൻഡ്ലിംഗ് റിലേഷൻസ്. ഇതാണ് നമ്മൾ കോമ്പോണൻസിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ചെറിയൊരു പേരിലുള്ള ഒരു ഡിഫറൻസ് അത്രേ ഉള്ളൂ. സോ നമുക്ക് ഈ ഒരു ടെസ്റ്റിന്റെ എയിം നോക്കാം. എയിമില് ടു അസസ് ദി ഇമോഷണൽ ഇന്റലിജൻസ് ഓഫ് ദി പാർട്ടിസിപ്പന്റ്. നമ്മളെ മുന്നിൽ വരുന്ന ഒരു ക്ലയന്റിന്റെ ഇമോഷണൽ ഇന്റലിജൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നതാണ് മെറ്റീരിയൽസ് റിക്വയർഡ്. ഈ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്കെയിൽ ചെയ്യാൻ എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമാണ്? ഫസ്റ്റ് വൺ ആണ് ക്വസ്റ്റ്യനിയർ. നമുക്ക് ഈ ഒരു 31 ടോട്ടൽ ക്വസ്റ്റ്യനിയർ ആവശ്യമാണ്. 31 ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യനിയർ നമുക്ക് ആവശ്യമാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതുപോലെ റൈറ്റിംഗ് മെറ്റീരിയൽസ്. നമുക്ക് യെസ് ഓർ നോ മാർക്ക് ചെയ്യാൻ റൈറ്റിംഗ് മെറ്റീരിയൽസ് വേണമല്ലോ. പെന്നോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും റൈറ്റിംഗ് മെറ്റീരിയൽസ് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെയുള്ള തേർഡ് മെറ്റീരിയൽ ആണ് നമ്മുടെ മാനുവൽ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ടെസ്റ്റിനും ഓരോ മാനുവൽസ് ഉണ്ട്. അതിന്റെ സ്കോറിംഗ് ഡീറ്റെയിൽസും അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള സർട്ടൻ മാനുവൽസ് ഉണ്ട് ഓരോ ടെസ്റ്റിനും. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ് മാം. ആ ഓക്കെ. Yes, ma'am. മാം അതിന്റെ ഒരു 31 ക്വസ്റ്റ്യൻസ് ഉള്ളതിന് ഒരു 4 ഏരിയാസ് പറഞ്ഞില്ലേ? അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻ, അണ്ടർസ്റ്റാൻഡിങ് മോട്ടിവേഷൻ, അണ്ടർസ്റ്റാൻഡിങ് എംപതി, ലാസ്റ്റിൽ എന്തായിരുന്നു? ലാസ്റ്റിലെത്തത് ഹാൻഡ്ലിംഗ് റിലേഷൻസ്. ഓ താങ്ക് യു മാം. ഓക്കെ. ഈ 4 ഏരിയാസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ഒരു ടെസ്റ്റില്. സോ എന്നെ പോസ്റ്റ് ആക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇതില് ശ്രുതി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അറിയോ? നിങ്ങൾക്ക് അറിയോ? അല്ല ഇത് എങ്ങനെയാ ഹോസ്റ്റ് ആക്കുന്നത്? ഹോസ്റ്റ് ആക്കുന്നത് സൈഡില് ഒരു ബട്ടൺ ഇല്ലേ, ഒരു മൂന്ന് കുത്ത്. മോർ ഓപ്ഷനാ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് പ്രോപ്പർ പറഞ്ഞാലൊന്നും ഇപ്പൊ അറിയില്ല. മീറ്റിംഗ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഹോസ്റ്റ് ടൂൾസ് ആണോ? ഹോസ്റ്റ് ടൂൾസ് ഒന്ന് നോക്കിയേ. ഹോസ്റ്റ് ടൂൾസില് ഷെയർ സ്ക്രീൻ വെയിറ്റിംഗ് കാണുന്നില്ല അതിന്റെ ഒരു ഓപ്ഷൻ. ഓൾട്ടർനേറ്റീവ് ഹോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുവോ? മാമിന്റേത് തന്നെയല്ലേ 2 ഡിവൈസ് ഉള്ളത്? അതില് ഒരു ഡിവൈസിൽ മാം തന്നെയല്ലേ ഹോസ്റ്റ്? പക്ഷെ പേര് മാത്രമേ ശ്രുതി പി എന്നുള്ളൂ. ഇവിടെ സംസാരിക്കുന്നത് വേറെ ആരോ. ഓ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കണ്ടില്ല മാം. കണ്ടില്ല അല്ലെ? ഒന്ന് ലെഫ്റ്റ് ചെയ്യാവോ? ഒന്ന് ലെഫ്റ്റ് ചെയ്യുമ്പോ ഹോസ്റ്റ് മാറും, എന്നിട്ട് ജോയിൻ ചെയ്തോളൂ. പക്ഷെ എന്റെ ഇതിനകത്ത് പേര് മാമിന്റെ എന്റെ ഇതിനകത്ത് കിടക്കുന്നേന്ന് തോന്നുന്നു ഹോസ്റ്റ് ഓപ്ഷൻ. അതില് എനിക്ക് ലെഫ്റ്റ് അടിക്കാൻ ഓപ്ഷൻ അല്ല, എൻഡ് എന്ന് പറഞ്ഞിട്ടാ കാണുന്നത്. അതടിച്ചാ മതിയോ? ഇപ്പൊ സംസാരിക്കുന്ന ആളാണ് ഹോസ്റ്റ്, കാരണം മൈക്കിൽ അവരുടെ വോയിസ് ആണ് വരുന്നത്. അതാ ഞാൻ എന്റെ പേര് പ്രിൻസി. എന്നാ ലെഫ്റ്റ് ആയി ഒന്നും കൂടെ ജോയിൻ ആയിക്കോ, അപ്പം ചേഞ്ച് ആവില്ലേ ആള്?
എനിക്ക് ലെഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ അല്ല എൻഡ് എന്നുള്ള ഓപ്ഷനാ കിടക്കുന്നത്. അപ്പം ലീവ് ചേച്ചി ലീവ് ആ. ചെയ്യാൻ പറ്റില്ലേ? ലീവ് ചെയ്യാൻ പറ്റുമോ നോക്ക്. ഇല്ല, എൻഡ് ചെയ്യാനേ പറ്റുള്ളൂ ഹോസ്റ്റ് ആയതുകൊണ്ട്. മൊത്തം ഓ. എല്ലാരും അപ്പൊ ലെഫ്റ്റ് ആവും. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ഗോഡ്. ഇതിനകത്ത് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നൊരു സാധനം ഞാൻ കണ്ടില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരുമോ? സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോന്നൊന്ന് നോക്കുവോ? ഷെയർ സ്ക്രീൻ. അതൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് ലീവ് ആയിട്ട് വീണ്ടും ജോയിൻ ചെയ്താൽ പോരെ? ഈ ലിങ്കിൽ അങ്ങനെ മൾട്ടി ടൈം നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കില്ലേ? എനിക്ക് സൂമിനെ പറ്റി അത്ര അറിയില്ല. ആർക്കെങ്കിലും നമ്മളിപ്പോ എല്ലാരും ലീവ് ആയിട്ട് ഒന്നും കൂടി ജോയിൻ ചെയ്താൽ പോരെ? അങ്ങനെ പറ്റുന്ന തോന്നുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം സെക്കൻഡ്സ് നമ്മൾ ജോയിൻ ആവുമല്ലോ. ഓക്കെ വെയിറ്റ്, പ്രിൻസിയുടെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യോ? അതാകുമ്പോ പ്രിൻസി തന്നെ സ്ക്രീൻ ഷെയർ ചെയ്തോ, ഞാൻ വാട്സപ്പ് ചെയ്യാം PPT. നമുക്ക് ജസ്റ്റ് ഒന്ന് ലീവ് ചെയ്ത് നോക്കിയാലോ മാം? ശ്രുതി പെട്ടെന്ന് മാം, പറഞ്ഞു. പ്രിൻസിന്റെ അവിടെ പേര് കൊടുത്തിട്ടുള്ളത് ശ്രുതി PM എന്നാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അത് അവരെ എഡിറ്റ് ചെയ്തതാണോ? അവര് അവര് ഹോസ്റ്റ് ചെയ്തോടത്ത് മാറിപ്പോയതാണെന്ന് തോന്നുന്നു. പ്രിൻസിയാണ് ശ്രുതി PM എന്നുണ്ടെങ്കിൽ 2 ശ്രുതി PM ഉണ്ട്. ഒന്ന് മാം, ഒന്ന് പ്രിൻസിയാണ്. എനിക്ക് തോന്നുന്നു പ്രിൻസി അവിടെ പേര് എഡിറ്റ് ചെയ്യാണ് ചെയ്തേക്കുന്നത്. ഞാൻ ആദ്യം പേര് അടിച്ചു കൊടുത്തത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. എനിക്കറിയത്തില്ല ഇതെങ്ങനെ ചെയ്യണ്ടേന്ന്. ഓക്കെ. ലീവ് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ ശ്രുതി മാം? ഹോസ്റ്റ് ആയതുകൊണ്ട് ലീവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. എൻഡ് ചെയ്ത് നോക്കൂ, നമുക്ക് പ്രിൻസി, ഞാൻ എങ്ങനെയാണ് അത് മാറ്റേണ്ടതെന്ന് ഇട്ടിട്ടുണ്ട് വാട്സാപ്പിൽ, ഒന്ന് ചെക്ക് ചെയ്യൂ. എന്നിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, ഞാൻ നോക്കാം. ശ്രുതി മാം, ഈ പിന്നെ PPTന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണേ. തീർച്ചയായും PPT തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. PPT തന്നെ ഷെയർ ചെയ്യും, ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്യും. അതായത് ഫാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എത്ര ലെക്ചർ നോട്ട് എഡിറ്റ് കംപ്ലീറ്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ ഒന്ന് നോക്കാൻ വേണ്ടിട്ട്. ഓക്കെ ഷെയർ ചെയ്യും. ശരിയാവോ? ഇന്ന് ശരിക്കും ക്ലാസ്സിലെ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഇല്ല, മിഡില് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് ബെഞ്ചില്ല, ബാക്ക് ബെഞ്ചില്ല. കണ്ടിന്യൂ ചെയ്താലോ? കണ്ടിന്യൂ ചെയ്തു. ചെയ്യാമോ? PPT അയച്ചു തന്നാ മതി. ഓക്കെ. ഞാൻ പറ്റുന്ന പോലെ പറയാം. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും അറിയില്ല, കാരണം സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴേ നമുക്ക് പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ. 31 ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ 31 ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡു യു ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ബ്രദർ ഓർ സിസ്റ്റർ? യെസ് ഓർ നോ ആണ് ഓപ്ഷൻ ഇതിൻ്റെത്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മാം. 31 ക്വസ്റ്റ്യൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോ വായിച്ചത്. അപ്പൊ നിങ്ങൾ അതിൽ മാർക്ക് ചെയ്യേണ്ടത് എന്താ? നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ? ഇപ്പം യെസ്, ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ബ്രദർ ഓർ സിസ്റ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ യെസ് മാർക്ക് ചെയ്യാ. ഇല്ല, യെസ് പറഞ്ഞോളൂ. ഇൻഡിവിജ്വൽസിന്റെ അനുസരിച്ച് ഈ ക്വസ്റ്റ്യൻസ് ചേഞ്ച് ആവുമോ? ഇല്ല, ക്വസ്റ്റ്യൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഈ ടെസ്റ്റ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാ. ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് മാറ്റാനേ പറ്റില്ല. അപ്പൊ സിബ്ലിങ്സ് ഇല്ലാത്തവർക്കോ? അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ
അവര് ചിലപ്പം ആ സിബ്ലിങ്സും ആയിട്ടുള്ള റിലേഷൻ ഇപ്പം ഒന്നും സിബ്ലിങ്സ് തന്നെ വേണമെന്നില്ലല്ലോ, നമുക്ക് കസിൻസ് ആയിട്ടായിക്കോട്ടെ, ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആരുമില്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ, ആരെങ്കിലൊക്കെ ആയിട്ട്. ഇപ്പൊ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ അതൊരു ഫ്രണ്ട് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ആ ക്വസ്റ്റ്യൻ ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല. ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ള രീതിക്ക് എടുക്കാം. ഓക്കെ. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോ വായിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ, ഡു യു ലൈക്ക് ടോക്കിംഗ് ടു പീപ്പിൾ? അത് യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. പിന്നെ അതുപോലെ ആർ യു ലൈക്ഡ് ബൈ അതേഴ്സ്, അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. അത് യെസ് ആണെങ്കിൽ യെസ് കൊടുക്കാം, നോ ആണെങ്കിൽ നോ കൊടുക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, കാരണം സ്ക്രീൻ ഇല്ല നമുക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, ഡു യു ടേക്ക് കോമ്പറ്റീഷൻ വിത്ത് യുവർ ഫ്രണ്ട്സ് ഈസിലി? അത് യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ മാർക്ക് ചെയ്യാം. എക്സ്ക്യൂസ് മീ മാം, ഹലോ പറഞ്ഞോളൂ. മാമിന് ഇപ്പൊ കോ ഹോസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, മറ്റേത് എനിക്ക് മാറ്റാൻ അറിയത്തില്ല. കോഹോസ്റ്റ് ആക്കിയാ മതി, കോഹോസ്റ്റ് ആക്കാനേ പറ്റുള്ളൂ. എവിടെ വിളിച്ച് നോക്കിയപ്പോ അങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം. സ്ക്രീന് കാണാലോ അല്ലേ എല്ലാവർക്കും? യെസ് മാം, കാണാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കണ്ടോ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെയർ ഉണ്ടാവുക. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെയർ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിൽ നമ്മൾ നെയിമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് വായിച്ചു നോക്കാൻ എങ്ങനെയാണ് ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇതിന്റെ സ്കോറിംഗ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു. നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇപ്പൊ തന്നെ ചെയ്തു പോവാം. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ മാർക്ക് ചെയ്യുക, യെസ് ആണോ നോ ആണോ എന്ന് മാർക്ക് ചെയ്യുക. അത്രയും കാര്യങ്ങൾ ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? യെസ്, പറ്റും. യെസ് മാം, ചെയ്യാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ മാർക്ക് ചെയ്തോളൂ, ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, യെസ് ഓർ നോ ആണോ എന്ന് മാർക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി ഇപ്പൊ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ബ്രദർ ഓർ സിസ്റ്റർ? യെസ് ഓർ നോ മാർക്ക് ചെയ്യാം. ചെയ്തോ? ഹലോ, യെസ് മാം. ഡൂയിങ് മാം. ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് ടോക്കിംഗ് ടു പീപ്പിൾ? നിങ്ങൾക്ക് തന്നെ വായിച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ ഓരോന്നും വായിക്കണോ? വേണ്ട മാം, നമ്മൾ ഒരു പേജ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. മാക്സിമം സ്പീഡാക്കുക, നമുക്ക് ടൈം ഇല്ല. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പൊ ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും, ഇതിന്റെ സ്കോറിങ്ങും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. മാം, എന്റേത് ഫസ്റ്റ് പേജ് കഴിഞ്ഞു. 11 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. എല്ലാരും ചെയ്യുന്നുണ്ടോ? യെസ് മാം, ചെയ്യുന്നുണ്ട്. ഓക്കെ. ഫസ്റ്റ് പേജ് കഴിഞ്ഞ ഒന്ന് പറയണേ. കഴിഞ്ഞു. ഫസ്റ്റ് പേജ് കഴിഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് പേജ് ചെയ്തോ. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. സെക്കൻഡ് പേജ് കഴിഞ്ഞോ? യെസ് മാം, കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പേജ്.
മാം കഴിഞ്ഞു. 31 കഴിഞ്ഞു. ഇല്ല കഴിഞ്ഞു. ഓക്കെ ഓക്കെ. കഴിയാത്ത ആൾക്കാര് ടൈം എടുത്ത് ചെയ്യാ. ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാ കഴിഞ്ഞാല്. കഴിഞ്ഞോ? ഹലോ. കഴിഞ്ഞു മാം. ഓക്കെ ഓക്കെ. ഇനി സ്കോറിംഗ് പറയട്ടെ. ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്യാം, ടൈം എടുത്ത് ചെയ്യാം. സ്കോറിംഗ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. യെസ് മാം. ഓക്കെ. സോ സ്കോറിംഗ് നിങ്ങൾ കണ്ടില്ലേ? സ്കോറിംഗ് എന്ന് പറയുമ്പം ഈ ഫസ്റ്റ് ടേബിളിൽ കൊടുത്തിട്ടുണ്ട് ഡിവിഷൻ ഓഫ് ഐറ്റംസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ്, അണ്ടർസ്റ്റാൻഡിങ് മോട്ടിവേഷൻ, എംപതി, ഹാൻഡ്ലിംഗ് റിലേഷൻസ്. സോ അതിൽ അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസിന് അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് 5, 15, 18 ആൻഡ് 28. 4 ക്വസ്റ്റ്യൻസ്. മനസ്സിലായില്ലേ? ഓക്കെ. നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് മോട്ടിവേഷന്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് 3, 7, 9, 12, 16, 19, 20 ആൻഡ് 21. 8 ക്വസ്റ്റ്യൻസ്. എംപത്തിന്റെ അണ്ടറിൽ വരുന്നതാണ് 6, 8, 10, 13, 17, 23, 25, 26, 29 ആൻഡ് 31 ക്വസ്റ്റ്യൻസ്. ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് എംപത്തിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഹാൻഡ്ലിംഗ് റിലേഷന്റെ അണ്ടറിൽ വരുന്നത് 1, 2, 4, 11, 14, 22, 24, 27 ആൻഡ് 30. 9 ക്വസ്റ്റ്യൻസ്. ടോട്ടൽ 31 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടെസ്റ്റില്, ഈ ഒരു സ്കെയിലുള്ളത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ് മാം. യെസ് മാം. ഓക്കെ ഓക്കെ. ഇപ്പൊ സ്കോറിംഗിൽ നമ്മൾ ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ഓരോന്നിന്റെ അണ്ടറിൽ ഉണ്ടോന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിലാണ് മെയിൻ ആയിട്ട് നമ്മൾ സ്കോർ ചെയ്യുന്നത്. ഇതിൽ പോസിറ്റീവ് സ്കോറും ഉണ്ട്, നെഗറ്റീവ് സ്കോറും ഉണ്ട്. പോസിറ്റീവ് സ്കോർ എന്ന് പറയുമ്പോൾ ഈ 5th ക്വസ്റ്റിന് നിങ്ങൾ യെസ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. മനസ്സിലായോ? അതായത് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷന്റെ അണ്ടറിലാണല്ലോ 5ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഒരു 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ യെസ് ആണ് മാർക്ക് ചെയ്തതെങ്കിൽ സ്കോർ 1 മാർക്ക്. മനസ്സിലായോ? ഓക്കെ. അതുപോലെ 15ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ യെസ് ആണ് മാർക്ക് ചെയ്തെങ്കിൽ 1 മാർക്ക്. 18ാമത്തെ ക്വസ്റ്റ്യൻ യെസ് ആണെങ്കിൽ 1 മാർക്ക്. 28th ക്വസ്റ്റ്യൻ യെസ് ആണെങ്കിൽ 1 മാർക്ക്. ഇതില് നെഗറ്റീവ് മാർക്കിങ്സ് ഇല്ല. ഓക്കെ. ഇനി അണ്ടർസ്റ്റാൻഡിങ് മോട്ടിവേഷന്റെ അണ്ടറിൽ പോസിറ്റീവ് സ്കോഴ്സ്, അതായത് യെസ്സിന് മാർക്ക് കൊടുക്കേണ്ടത് 3, 7, 9, 7, 16, 19. ഇത്രയും ക്വസ്റ്റ്യൻസിന് നിങ്ങൾ യെസ് ആണ് ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 1 മാർക്ക് കൊടുക്കുക. മനസ്സിലായോ? യെസ് മാം. മാം ചെയ്യേണ്ടത് മനസ്സിലായി. ഇപ്പൊ ഞങ്ങൾ ചെയ്യണോ ഇത്? പറ്റുവാണെങ്കിൽ ചെയ്തോ, ഇല്ലെങ്കിൽ ഞാൻ ഇത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ സമയം എടുത്ത് പതുക്കെ ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് കുറെ സമയം ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ചത്. ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കാനുള്ള ടൈം. ആ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടൈം എടുത്ത് ചെയ്തോ. ഞാനിത് സെൻഡ് ചെയ്യാം. ഇപ്പൊ ഈ ടെസ്റ്റിന് ടൈം ഉണ്ടോ? ഈ ടെസ്റ്റ് ഈ സ്കെയില് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര ടൈം ഉണ്ടോ? മാക്സിമം ഒരു 10 to 15 മിനിറ്റ്സ് മതിയാവുമല്ലോ നമുക്ക് ഇത് വായിച്ചിട്ട് ചെയ്യാൻ. അതിൽ കൂടുതൽ ടൈംസ് എടുക്കണ്ട. അപ്പൊ ഒരു 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. മാക്സിമം. സോ ഇപ്പൊ ഞാൻ പറയുന്ന സ്കോറിങ് ശ്രദ്ധിച്ച് കേൾക്കുക. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, കാരണം നിങ്ങൾ ഇത് പുതിയതായിട്ട് ആണല്ലോ. സോ പറയുന്നത്
കൃത്യമായിട്ട് കേൾക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പൊ പോസിറ്റീവ് മനസ്സിലായില്ലേ? ഇനി 20 and 21 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് അവിടെ 1 മാർക്ക് വരുന്നത്. അതാണ് ഈ നെഗറ്റീവ് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. 20-നും 21-നും നിങ്ങൾ നോ ആണ് മാർക്ക് ചെയ്തെങ്കിൽ അതിന് 1 മാർക്ക് കൊടുക്കുക. അതുപോലെയാണ് എംപത്തിയുടെയും പോസിറ്റീവ്, അതായത് യെസ്സിന് മാർക്ക് കൊടുക്കേണ്ടത് 6, 8, 10, 23, 25, 26, 29, 31 ഇത്രയും ക്വസ്റ്റ്യൻസിനാണ് യെസ്സിന് മാർക്ക് കൊടുക്കേണ്ടത്. യെസ്സിന് 1 മാർക്ക്. അതൊക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സിലായി. ഓക്കെ. അതുപോലെ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ്, അതായത് നോ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കേണ്ടത് 13 and 17. ഈ നമ്പർ ക്വസ്റ്റ്യൻ, ഈ 2 ക്വസ്റ്റ്യൻ ആണ് നോ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? അതെ മാം. ഓക്കെ ഓക്കെ. നിങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. നെക്സ്റ്റ് ആണ് ഹാൻഡ്ലിംഗ് റിലേഷൻസ്. ഇതില് പോസിറ്റീവ് സ്കോർസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാം ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റിനും യെസ് ആണ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ്സിനാണ് മാർക്ക്. ഓക്കെ അല്ലേ? യെസ് മാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ഡൗട്ട്സ് ഇല്ലല്ലോ അല്ലേ? ഇല്ല മാം. ഇല്ല. ഓക്കെ. നെക്സ്റ്റ് ആണ് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ വരുന്നത്. ഇന്റർപ്രിട്ടേഷൻ വരുമ്പോന്ന് വെച്ചാൽ ഈ 31 ക്വസ്റ്റ്യൻസിനും നമ്മൾ ആഡ് ചെയ്യണം. സ്കോർസ് ഉണ്ടല്ലോ, 1 മാർക്ക് ഈച്ച് നമ്മൾ ഓരോന്നിനും മേ ബി ഉണ്ടാവാം, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, എല്ലാവരുടെയും സ്കോർ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ടോട്ടൽ 31 ക്വസ്റ്റ്യൻസിന്റെ നമ്മുടെ സ്കോർ ആഡ് ചെയ്യാം. 1 മാർക്ക് അല്ലെങ്കിൽ 0 ആണ് അതിന്. അപ്പം അത് ടോട്ടൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്കോർ കിട്ടാം അല്ലെ? 31 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ 31 വരെ പോവാം നമ്മുടെ സ്കോർ എന്ന് പറയുന്നത്. മാക്സിമം സ്കോർ എല്ലാത്തിനും യെസ് കിട്ടിയ ആൾക്കാർക്ക് മേ ബി 31 ആയിരിക്കാം അവരുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് അല്ലെ? അതെ. അപ്പൊ നമ്മുടെ സ്കോർ റേഞ്ച് എന്ന് പറയുമ്പം 20 or ലെസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ സ്കോർ ലോ ഇമോഷണൽ ഇന്റലിജൻസ് ആണ് അവിടെ. 21 to 26 ആണ് നമ്മുടെ റേഞ്ച് വരുന്നുണ്ടെങ്കിൽ ആവറേജ് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. 27 and above ആണെങ്കിലാണ് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് ഹൈ ആവുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. ഓക്കെ. ഇതാണ് ഇന്റർപ്രിട്ടേഷൻ വരുന്നത് നമ്മുടെ ഈ ഒരു സ്കെയിലിന്റെ. അപ്പൊ നമ്മള് സ്കെയിലിന്റെ ഡീറ്റെയിൽസ് ആയ എയിം പറഞ്ഞു, അതുപോലെ ഈ സ്കെയിൽ ആരാണ് ഡെവലപ്പ് ചെയ്തത്, ഏത് ഇയർ ആണ് ഡെവലപ്പ് ചെയ്തത്, ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഇത് ഈ സ്കെയില് ഇൻവെന്റ് ചെയ്തവരുടെ പേര് ശ്രുതി നരൈൻ ആൻഡ് മറ്റൊരാൾ കൂടി ഇല്ലേ? ഉണ്ട്, ഡോക്ടർ അരുൺ കുമാർ സിംഗ്. 2014 ഈ ഒരു സ്കെയിൽ ഡെവലപ്പ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ സ്കോറിംഗ് പഠിച്ചു, ഇന്റർപ്രിട്ടേഷനും നമ്മൾ പഠിച്ചു. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈസി അല്ലേ? ഈസി അല്ലേ? യെസ് മാം. ഓക്കെ. ഒരു ഡൗട്ടേ. ഹലോ. പറഞ്ഞു. നെഗറ്റീവ് പോസിറ്റീവ് 2 ഉണ്ടായിരുന്നു, സ്കോറിംഗ് ഉണ്ടായിരുന്നില്ലേ? അത് 2 ആഡ് ചെയ്യണം. നെഗറ്റീവ് അങ്ങനെയല്ല, മനസ്സിലായില്ല. അപ്പൊ അതില് നെഗറ്റീവും പോയിന്റ് ഉണ്ട്, പോസിറ്റീവും പോയിന്റ് ഉണ്ട്. യെസിനും നോന്റെ ടോട്ടൽ സ്കോർ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? രണ്ടും രണ്ടല്ല, ടോട്ടൽ സ്കോർ. മൊത്തത്തിൽ സ്കോർ സെപ്പറേറ്റ് ആയിട്ട് ഒരു കോളത്തിൽ കണ്ടായിരുന്നില്ലേ നിങ്ങൾ? പറ്റുവാണെങ്കിൽ ഞാൻ അയച്ചു തരുന്ന ഈ ഒരു PDF നിങ്ങൾ പ്രിന്റ് എടുക്കുക ഈ ക്വസ്റ്റ്യനെയറിന്റെ, എന്നിട്ട് ആ ഒരു പേപ്പറിൽ തന്നെ ചെയ്ത് നോക്കുക. മാം എനിക്ക് 21 ആണ് കിട്ടിയത്. ഓക്കെ. 21 ആണെങ്കിൽ ആവറേജ് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഓക്കെ. ക്ലിയർ അല്ലേ? ഈസി അല്ലേ സംഭവം? ഓക്കെ. അപ്പം കുറച്ചൊരു ടെക്നിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായെങ്കിലും ഫൈനലി നമുക്ക് ഒരു സ്കെയിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാൻ പറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ.
ഓക്കെ ഓക്കെ. ബാക്കി ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? അതെ അതെ. ക്ലിയർ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഇനി ഫെർദർ ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ടെസ്റ്റും സ്കെയിൽസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇമോഷണൽ ഇന്റലിജൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുട്ടി സ്കെയിലാണ്. ഇനി നമ്മൾ ഡീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചിലപ്പം ഇത്ര സിമ്പിൾ ആവണമെന്നില്ല. 31 ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അഡ്ജസ്റ്റ്മെന്റ് ഇൻവെന്ററി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടെസ്റ്റ് ഉണ്ട്. അതിൽ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതുണ്ട്. സോ അങ്ങനെ വരുമ്പം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ ക്ലാസ്സിന് മുന്നേ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കുമല്ലോ. മാം, അതെ. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഏജ് ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാം? ഇത് ഏത് ഏജ് ഗ്രൂപ്പിനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അഡൾട്ട്സിലാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഗൂഗിളിൽ നോക്കുവാണെങ്കിൽ ഈ ചൈൽഡിന് വേറെ തന്നെ ഒരു ഇത് കിട്ടാം. അതുപോലെ തന്നെ അഡൾട്ട്സിന് വേറെ തന്നെ ഒരു സ്കെയിൽ കിട്ടാം. അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അഡൾട്ട്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നുണ്ടല്ലോ. അത് ഒരു അഡോളസൻസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റൂല അല്ലെ? ഇത് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഏജ് ലിമിറ്റ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അവരങ്ങനെ മറ്റുള്ളവരുടെ ഇമോഷൻസിനൊക്കെ റീസൺ പറയാ, അല്ലെങ്കിൽ അഡോളസെന്റ് ഏജിലുള്ള കുട്ടികളുടെ അടുത്ത് വന്നിട്ട് ആരും അങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒന്നും ചോദിക്കാറില്ലല്ലോ. അവരെ ഇല്ല. കുട്ടി കുട്ടി ഡൗട്ട്സ് അവരുടേതായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അവരൊരു ആ ഏജ് ഗ്രൂപ്പിലുള്ള അവരെടുക്കുന്ന ഡിസിഷൻസ് കറക്റ്റ് ആയിരിക്കില്ലല്ലോ. കാരണം അവര് കുട്ടികളല്ലേ, അവര് പറഞ്ഞു കൊടുക്കുന്ന സൊല്യൂഷനും കറക്റ്റ് ആവണമെന്നില്ലല്ലോ. പക്ഷെ സ്കൂളിലൊക്കെ അഡോളസൻസ് ചൈൽഡ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഈ സെയിം കാറ്റഗറിയിൽ പെടില്ല എന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനെയർ എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് അഡൾട്ട്സിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അഡോളസൻസിന്. ഈ ഒരു സെയിം ഇമോഷണൽ ഇന്റലിജൻസ് മാത്രമല്ല, ഒരുവിധ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും അഡൾട്ട്സിന് വേറെ, അഡോളസൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻസിന് വേറെ എന്നുള്ള രീതിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മളിപ്പം അഡൾട്ട്സ് ആയതുകൊണ്ട് തന്നെ അഡൾട്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിലാണ് ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്നത്, ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് സ്കെയിൽ. അഡോളസൻസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്കെയിൽസ് ഉണ്ട്. ഈ ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ വരുന്നത് മെയിൻ ആയിട്ടും അഡൾട്ട്സിലാണല്ലോ ബാധിക്കുന്നത്. അവരുടെ ലൈഫിനെ, അതെ, അവരുടെ റിലേഷൻഷിപ്പിൽ എംപതി ഉണ്ടോ, അതുപോലെ ബാക്കി ഇമോഷൻസ് അവരെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അഡൾട്ട്സ് ആണല്ലോ ഡീൽ ചെയ്യുന്നത്. കുറെ സിറ്റുവേഷൻസ് ആയിട്ടും ക്രൈസിസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് അഡൾട്ട്സ് ആണ്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ ആണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് സ്കെയിൽ. ക്ലിയർ ആണല്ലോ അല്ലെ എല്ലാവർക്കും? ഓക്കെ ഓക്കെ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു. ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ കാര്യങ്ങളൊക്കെ. ഓക്കെ.